എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കൊല്ലം സ്റ്റൈൽ മീൻപീര വെക്കാം കേട്ടോ. മത്തി ചെറിയ ചാള കേട്ടോ. അതുണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വിനാഗിരിയിലൊക്കെ കഴുകി വൃത്തിയാക്കിയ നല്ല ഫ്രഷ് മീൻ കണ്ടില്ലേ, അത് ഉണ്ട്. പിന്നെ കുറച്ച് മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, പിന്നെ ഒരു സവാളയുണ്ട്, പിന്നെ ഒരു 20 ചെറിയ ഉള്ളിയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കാന്താരി മുളക്, ഇഞ്ചി വെളുത്തുള്ളി, വടക്കംപുളി, കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം, ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ. ആദ്യം നമുക്കിത് ഈ ചെറിയ ഉള്ളി, സവാള, പിന്നെ ഈ പച്ചമുളക്, ഇതെല്ലാം കൂടി പച്ചമുളക്, ഈ വടക്കംപുളിയും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യമേ നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ പൊൻവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം എനിക്ക് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു, ചുമയായിരുന്നു, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ലൊരു മീൻപീര വയ്ക്കും കേട്ടോ. കാരണം ഈ മത്തി ഇവിടെ സാധാരണ വാങ്ങിക്കാറേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മറ്റാരും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കഴിക്കാറില്ല. ഇന്ന് ഇത് കഴിക്കാനൊരു ഗസ്റ്റുണ്ട്, വേറെ ആരുമല്ല, മുള്ളിച്ചേട്ടൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇന്നൊരു സ്പെഷ്യലായിട്ട് ഞാനിത് വെക്കുന്നത് കേട്ടോ. കാരണം ചേച്ചി അങ്ങനെ പോക്കോ ഞങ്ങൾ കഴിക്കുന്ന ഒരു മീനുണ്ട്, പിരാന എന്ന് പറയുന്നത്. ആ പിരാനയൊന്നും ചേച്ചി കഴിക്കത്തില്ല. ആ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനിന്ന് ഈ കൊല്ലം സ്റ്റൈൽ മീൻപീര വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വയ്ക്കാം. ആദ്യമേ നമുക്ക് ഈ ചെറിയ ഉള്ളിയും ബാക്കി എല്ലാ സാധനങ്ങളും ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു നല്ലൊരു സ്പൂൺ നിറച്ച് എണ്ണ ഒഴിക്കുക. ഈ എണ്ണ തിളയ്ക്കണം, നല്ലോണം തിളയ്ക്കട്ടെ. അപ്പോൾ എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക്, കുറച്ച് ഉലുവ, ശകലം ചെറിയ ജീരകം, കടുക് പൊട്ടി കഴിഞ്ഞു. നമുക്ക് സവാള ഇടാം. സവാള, പിന്നെ ഒരു 20 ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, നമ്മളെ വടക്കംപുളി ഇവിടെ എന്തുവാ പറയുന്നത്, ഈ പിഴിപുളി അല്ലാതെ ഒരു പുളി ഉണ്ടല്ലോ, അത് പേര് മറന്നുപോകും. അപ്പോൾ നമ്മൾ സവാള, ചെറിയ ഉള്ളി, കടുക്, ഉലുവ എല്ലാ സാധനം ഇട്ട് തണ്ടേ. കുറച്ച് നല്ല കറിവേപ്പില, നല്ലോണം വാട്ടണം. അപ്പോൾ നമുക്കിതിന് അരയ്ക്കാനുള്ള തേങ്ങ ഇടാം കേട്ടോ. നല്ല ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കാന്താരി മുളക്, ശകലം ഉലുവ, നമ്മൾ ജീരകവും കടുക് വറുക്കാൻ നേരത്തെ എല്ലാം ഇട്ടതാണ്. എന്നിട്ട് ശകലം ജീരകം ഇതിനകത്തും വേണം. ഒരു ചെറിയ സ്പൂൺ കടുക് ഇതിലും വേണം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ. കാന്താരി മുളക് ഇട്ടേക്കുന്നതുകൊണ്ട് കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. നമുക്ക് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല വാടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ട് അത് ആ മാങ്ങയുടെ ആ നീരിനകത്ത് തന്നെ ഇതൊന്നും കൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ട് വാടും. അപ്പോൾ അതാണ്ട് നല്ല നമ്മൾ വൃത്തിയായിട്ട് നല്ല ഒരു മുറി തേങ്ങ, മുളകും, മഞ്ഞൾപ്പൊടിയും, ഇതിനകത്ത് മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല കേട്ടോ. കടുക് ശകലം ഇടണേ. എന്നിട്ട് ദാണ്ട നല്ല വൃത്തിയായിട്ട് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരപ്പിടാം.
അരപ്പിട്ടിട്ട് ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണ്ട. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, നമുക്ക് ഉപ്പിടാം. നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ മീൻ വൃത്തിയാക്കി കഴുകി വെച്ചേക്കുന്നേ അതിൻ്റെ മുകളിലോട്ടിടാം. ഇപ്പോൾ ഈ മീനിട്ട് ഇളക്കരുത്, ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഒന്ന് ആവി കയറിയതിന് ശേഷം മാത്രം മീനും അരപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഉണ്ട്, നമുക്ക് അടച്ചു വയ്ക്കാം. നാളെയും ഉണ്ട് തബല. നാളെ ബിരിയാണിയാണ്. നാളെ ബിരിയാണി. നാളെ വാ. ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പോ ഞാൻ പോയി. ഉണ്ണിയപ്പോ നാളെ പോവാനാ. കഴിക്കാൻ നല്ല ടേസ്റ്റാ. അവൻ കാറെടുത്തായിരുന്നു. കാറെടുത്തപ്പോ ഫ്രണ്ടിലൊക്കെ കൊണ്ടുപോയി. ഹോണ്ട 5 അപ്പോൾ ഞാൻ കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേണ്ടേ, അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ ആളുകൾ 2 പേരും കൂടെ ഉണ്ട്. ഇതേണ്ടേ, ഇത് ചേച്ചിയുടെ മോനും ഞങ്ങൾ സുലഭ ചേച്ചിയും കണ്ടോ. അത് ഞാനിട്ട് മുരളിച്ചേട്ടൻ്റെ സഹോദരി, ഇത് മകൻ. അപ്പോൾ മകളുടെ അടുത്താണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ സ്പെഷ്യലാണ് ഇന്ന് ഈ പീര കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നല്ല മിക്സ് ചെയ്യുക. മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി തട്ടിപ്പൊത്തി വെക്കുക. അപ്പോൾ നല്ല മീൻപീര കണ്ടല്ലോ, വെള്ളം എല്ലാം ഇറങ്ങിയത് കണ്ടോ. ഈ നമ്മൾ ആദ്യമേ ഒഴിച്ച വെള്ളവും മാങ്ങയുടെ നീരും എല്ലാം കൂടെ ചേർന്നതാണ് ഈ മീൻപീര. മീൻ ഉടയാത്ത വിധത്തിൽ തന്നെ നമുക്ക് മീൻപീര കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നല്ലോണം വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് വറ്റൽമുളക് ഇട്ടിട്ടില്ല. ഇനി ഒരു കുറച്ച് എണ്ണയ്ക്കകത്ത് വറ്റൽമുളകും വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തതിൻ്റെ മുകളിലിടും. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ് കഴിക്കാൻ. ആ മാങ്ങയും വടക്കംപുളിയും കറിവേപ്പിലയും. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. മുളക് മാത്രം വറുക്കണം. നമ്മൾ കടുകൊക്കെ നേരത്തെ വറുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ മുളക് മാത്രം വറുത്തെടുക്കണം. അപ്പോൾ ഈ മുളകിൻ്റെ മണം കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ ഇതിങ്ങനെ വറുത്തിടുന്നത്. ഈ കറിവേപ്പിലയും കൂടെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് വേണം ഈ മുളക് വറുത്തിടാൻ, അപ്പോഴാണ് ഇതിൻ്റെ രുചി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി നമുക്ക് ഇത് ഇളക്കി മറക്കി ഒന്നും വേണ്ട, ഇതേപോലെ അടച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി കറി എടുക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഈ ചട്ടിയുടെ ചൂടിനകത്ത് തന്നെ ഇരുന്നിത് നല്ലോണം വറ്റി എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കൻ അത് അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റു കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അതാണ്ട് കണ്ടില്ലേ, ഇതിന് നമ്മൾ ഒന്നും ചെയ്ത് മാറ്റാനൊന്നും പാത്രത്തിലോട്ടൊന്നും മാറ്റണ്ട. ഈ ഓഫാക്കിയതിന് ശേഷം ഈ ചൂടിൽ തന്നെ ഇരുന്ന് നല്ലോണം വെന്ത് ഉപ്പും പുളിയും എല്ലാം ഇറങ്ങി നല്ല സ്റ്റൈലിനായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.